മലയാളി കൂടിയായ അനിൽ മേനോൻ ഇന്ന് ബഹിരാകാശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ സാധ്യതയുണ്ട്. കാരണം അനിൽ മേനോൻ ചെല്ലുന്നതിന് മുമ്പ് കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ അവരുടെ പ്രസിഡന്റിനെ എടുത്ത് ആകാശത്തേക്ക് വിട്ടു. ഒന്നാം തരം കാഴ്ച. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ, സംസ്ഥാന മേധാവിയെ പാർട്ടിക്കാരെടുത്ത് എയറിലാക്കുന്നത്. അതൊരു വിചിത്രമായ അനുഭവമാണ്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷനായതിനു ശേഷം, കേരളത്തിലെ അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ടാണ് പാർട്ടിക്കാരെടുത്ത് അദ്ദേഹത്തെ ഉടലോടെ മുകളിലേക്ക് വിട്ടത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ലണ്ടനിലാണ്, മകളുടെ അടുത്ത് പോയിരിക്കുകയാണ്. അടുത്ത ദിവസം അദ്ദേഹം തിരിച്ചെത്തും. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് സ്പേസ് വരെ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബി.ജെ.പിയിലെ കേരളത്തിലെ പ്രവർത്തകരെ, അനുഭാവികളെ കുറിച്ച് പരാമർശിക്കാതെ പോയാൽ ശരിയാവത്തില്ല. എന്താ രാജീവ് ചന്ദ്രശേഖറിന് പറ്റിയത്? രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ പോപ്പിനെ കുറിച്ച് ഇതിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടിട്ട് 15 മണിക്കൂറായി. 15 മണിക്കൂറിനിടയ്ക്ക് 3000 പേർ ലൈക്ക് ചെയ്യുകയും 1400 പേർ കമൻ്റ് ഇടുകയും 149 പേർ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നല്ലത്. പക്ഷേ ആ ഷെയർ ചെയ്തിരിക്കുന്ന ആളുകൾ മനഃപൂർവ്വം രാജീവ് ചന്ദ്രശേഖരനെ ട്രോളാൻ വേണ്ടി ഷെയർ ചെയ്തതാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം 1400 പേർ കമൻ്റ് ഇട്ടിരിക്കുന്നതിൽ ഏതാണ്ട് മുഴുവൻ പേരും രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിനിശിതമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ചന്ദ്രശേഖർ എന്താണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. വസ്തുതകൾ വ്യക്തമാക്കുന്നു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ബി.ജെ.പി. എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ സത്യവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ്. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാലത്തും ബി.ജെ.പി. ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. മാത്രമല്ല, ഹിന്ദു സമൂഹത്തിലെ സുശക്തമായ സമുദായ സംഘടന എന്ന നിലയിൽ NSSനെയും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും ബി.ജെ.പി. ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ശ്രീ ജി സുകുമാരൻ നായർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ ചേർക്കാൻ RC മറന്നിട്ടില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് എത്തിയ എനിക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകിയ ആളാണ് NSS ജനറൽ സെക്രട്ടറി. ഏറെ വ്യക്തിപരമായ അടുപ്പവും അദ്ദേഹവുമായി എനിക്കുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന നായർ സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയെയും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി. ഏറെ ഉത്തരവാദിത്തത്തോടെ മാത്രമേ സമീപിക്കൂ എന്നാണ് RC എഴുതിയിരിക്കുന്നത്. ഇതാണ് ബി.ജെ.പി. അനുഭാവികൾ RCക്കെതിരെ പൊങ്കാലയിടാൻ കാരണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബി.ജെ.പി. എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ സത്യവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ്. എന്ത് വാർത്തകളാണ് സുകുമാരൻ നായർക്കെതിരെ പ്രചരിപ്പിച്ചത് ബി.ജെ.പി. എന്ന പേരിൽ? ഞാനും കണ്ടിട്ടില്ല. കാരണം ഒരു മാധ്യമപ്രവർത്തകനാണ്. കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ വാർത്തകളും, കേരളത്തിലെ മാത്രമല്ല ലോകത്തുണ്ടാവുന്ന എല്ലാ വാർത്തകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ബി.ജെ.പിയുടെ പേരിൽ ആരെങ്കിലും സുകുമാരൻ നായർക്കെതിരെ എന്തെങ്കിലും വാർത്തകൾ പടച്ചുവിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തത്, NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാലത്തും ബി.ജെ.പി. ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. വളരെ നല്ലത്. ചെയ്യാൻ പാടില്ല. ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ നിലപാടുണ്ട്. അതിൽ മറ്റൊരു സംഘടന ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഹിന്ദു സമൂഹത്തിലെ സുശക്തമായ സമുദായ സംഘടന എന്ന നിലയിൽ NSSനെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും ഏറെ ബഹുമാനിക്കുകയും ചെയ്യും. നല്ല കാര്യം, ബഹുമാനിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പാരഗ്രാഫ് ഒരുപാട് പേർ RCയെ ട്രോളാൻ ഉപയോഗിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് എത്തിയ എനിക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകിയ ആളാണ് NSS ജനറൽ സെക്രട്ടറി. ഏറെ വ്യക്തിപരമായ അടുപ്പവും അദ്ദേഹവുമായി എനിക്കുണ്ട്. രണ്ടുപേരും ചേർന്നിരിക്കുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു വലിയ പ്രസക്തമായ കാര്യമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരിക്കാം. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായ അടുപ്പം NSSന്റെ ജനറൽ സെക്രട്ടറിയോടുണ്ട്. അദ്ദേഹത്തിന് വലിയ സഹായങ്ങളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ ബി.ജെ.പി. പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ? ഇന്നലെ സുകുമാരൻ നായർ എന്താ പറഞ്ഞത്? അതായത് മന്നം സമാധിയിൽ പട്ടിയെ കയറ്റുന്നതിന് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. ആരാണ് അദ്ദേഹം പട്ടി എന്ന് ഉദ്ദേശിച്ചത്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണോ? അതോ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണോ? അതോ അവിടെ സന്ദർശനാനുമതി തേടിയ ബി.ജെ.പി. നോമിനിയായി വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായിരുന്ന ആനന്ദ ബോസിനെയാണോ? പട്ടിയെ കയറ്റുന്നതിനെ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ എന്ന് വ്യംഗ്യമായി പറഞ്ഞത് ബി.ജെ.പിയുടെ സമുന്നത നേതാക്കന്മാരെ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ ഉദ്ദേശിച്ചാണ് എന്ന് ഒരുപാട് ബി.ജെ.പി. അംഗങ്ങൾ പറയുന്നുണ്ട്. എന്താ വിശദീകരണം? അല്ല, അവിടെ ഉപരാഷ്ട്രപതി വന്നാൽ സമാധി മണ്ഡപത്തിൽ നായയെ ഉപയോഗിച്ച് പരിശോധന നടത്തും, അതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്?
ഗുരുവായൂർ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി പോയിട്ടുണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നായ കയറിയിട്ടുണ്ടോ? പട്ടി ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട് എസ് പി ജിയുടെ അംഗങ്ങൾ പോലും ചെരുപ്പിടാതെ ഷോള് മാത്രം പുതച്ച് ആയുധങ്ങൾ കയ്യിൽ വെക്കാതെ നരേന്ദ്രമോദിക്കൊപ്പം ശ്രീപത്മനാഭന്റെ മുന്നിലും ഗുരുവായൂരപ്പന്റെ മുന്നിലും അകമ്പടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും പട്ടിയെ ഉപയോഗിച്ച് പരിശോധന ഇല്ലല്ലോ. അപ്പോ ഉപരാഷ്ട്രപതി മന്നം സമാധിയിൽ വന്നാൽ പട്ടിയെ ഉപയോഗിച്ച് കയറ്റും എന്ന് സുകുമാരൻ നായർ പറയുന്നത്, പട്ടിയെ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്ന് സുകുമാരൻ നായർ പറയുന്നത് പച്ചക്കള്ളമാണ്. പട്ടിയെ കയറ്റുന്നതിലാണ് എനിക്ക് എതിർപ്പ് എന്ന് പറഞ്ഞത് ഉറപ്പായും ഉപരാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ബംഗാൾ ഗവർണറായിരുന്ന ആനന്ദ ബോസിനെയും ഉദ്ദേശിച്ച് തന്നെയാണ്. ഇതാണോ RC സുകുമാരൻ നായർ ഒരു BJP പ്രവർത്തകനോട് നൽകുന്ന പരിഗണന എന്ന ചോദ്യമാണ് അങ്ങയുടെ പ്രസ്താവന വായിച്ചപ്പോൾ, ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് BJP പ്രവർത്തകരെ പൊള്ളിച്ചത്. അതുകൊണ്ടാണ് അങ്ങയെ അവർ ഉടലോടെ മുകളിലേക്ക് വിട്ടത്. കാരണം ഞാനൊരു കാര്യം പറയാം, ഞാൻ CPM കാരനല്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. പല പാർട്ടിക്കാരും കോൺഗ്രസ്സിലും ഉണ്ട് എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നാൽ എന്നെ വളരെ സ്നേഹത്തോടെ അവർ സ്വീകരിക്കും. എനിക്കൊരു ആവശ്യം വന്നാൽ ഇവരിൽ പലരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എനിക്കൊരു ആവശ്യം വന്നാൽ എന്നെ സഹായിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് അവരെല്ലാം വളരെ നല്ലവരാണ്, അവരുടെ പ്രസ്താവനകൾ, അവരുടെ പ്രവർത്തികളൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. വ്യക്തിപരമായ കാര്യവും പ്രസ്ഥാനത്തിൻ്റെ കാര്യവും രണ്ടും രണ്ടാണ്. രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും സുകുമാരൻ നായർ ചെയ്തിട്ടുണ്ടാവാം. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുകുമാരൻ നായർ രാജീവ് ചന്ദ്രശേഖർക്ക് എന്ത് സഹായം ചെയ്തിട്ടുണ്ട്, എന്ത് ഗുണം ചെയ്തിട്ടുണ്ട് BJPക്ക് വേണ്ടിയിട്ട്? BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും സമാദരണീയരായ സ്ഥാനത്തിരിക്കുന്ന, BJP നൽകിയ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഉപരാഷ്ട്രപതി മന്നം സമാധിയുടെ 100 മീറ്റർ ഇപ്പുറത്ത് NSS ഹിന്ദു കോളേജിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം അങ്ങോട്ടൊന്ന് പോയി പുഷ്പാർച്ചന നടത്തണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തു പരിഗണനയാണ് കേരളത്തിലെ BJPക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ BJPക്ക് ഈ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നത്? ഇതൊരു ഗൗരവതരമായ വിഷയമാണ്. അതിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ അങ്ങനെ സതീശൻ കണ്ടില്ല എന്ന് പറഞ്ഞ് സതീശനെതിരെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആര് വന്നാലും സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയല്ലേ? ഈ നാടിൻ്റെ പൊതു സ്വത്തല്ലേ മന്നത്തപ്പൻ. അവിടേക്ക് ഈ രാജ്യത്തിൻ്റെ അത്യുന്നത പദവിയിലിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആദരപൂർവ്വം വന്ന് കൈകൂപ്പി വണങ്ങാൻ, വന്ദിക്കാൻ, ആദരവർപ്പിക്കാൻ വരാൻ ആഗ്രഹിക്കുമ്പോൾ പറ്റില്ല, നിങ്ങൾ BJPക്കാരാണ് എന്ന് പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആളുകളെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട RC അങ്ങയെ കേരളത്തിലെ BJPയുടെ പ്രവർത്തകർക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങയെ സ്വന്തം പാർട്ടിക്കാർ എടുത്ത് ആകാശത്തേക്ക് വിട്ടത്. എനിക്ക് തോന്നുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വലിയ ന്യൂനത എന്ന് പറയുന്നത് ഇത്തരം ചില പ്രവർത്തികളും പ്രശ്നങ്ങളുമാണ്. കാരണം സുകുമാരൻ നായരെ ആക്ഷേപിക്കുന്നു. സുകുമാരൻ നായരെ ആക്ഷേപിച്ചാൽ കേരളത്തിലെ മുഴുവൻ നായന്മാർക്കും പൊള്ളും എന്ന് രാജീവ് ചന്ദ്രശേഖറിന് തോന്നുന്നതാണ് തെറ്റ്. കാരണം ഇതിനകത്ത് ചില കമൻറ്റുകൾ, ഈ കമൻറ്റുകളൊന്നും എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല. RCക്ക് സമയം ഉണ്ടെങ്കിൽ RC ഒന്ന് വായിക്കണം. അതിൽ പറയുന്നുണ്ട് സുകുമാരൻ നായരെ പിന്തുണച്ചാൽ 1% നായന്മാരുടെ സപ്പോർട്ട് പോലും കിട്ടില്ല. കേരളത്തിലെ നായർ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഏതാണ്ട് 99.4% ആളുകളും സുകുമാരൻ നായർക്കെതിരാണ്. പിന്നെ എങ്ങനെ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ NSSന്റെ സംവിധാനം അങ്ങനെയാണ്. ഒരിക്കൽ കയറി പറ്റിയ പിന്നെ ചത്ത ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടനാ ഘടന ഉള്ളതുകൊണ്ടാണ് സുകുമാരൻ നായർക്ക് അവിടെ ഇപ്പോഴും തുടരാൻ പറ്റുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ NSS എന്ന് പറഞ്ഞാൽ, സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ നായന്മാരുടെയും പോപ്പാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അങ്ങനെയല്ല എന്ന് RC മനസ്സിലാക്കണം. അതാണ് RCക്ക് കേരളത്തിലെ യഥാർത്ഥ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ പോസ്റ്റും അതിന് താഴെ വന്ന BJP പ്രവർത്തകരുടെ, BJP അനുഭാവികളുടെ. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട വളരെ സജീവമായി ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പല BJP പ്രവർത്തകരുടെയും കമൻറ്റുകൾ ഞാൻ കണ്ടു. അവരാരും പാർട്ടി വിരുദ്ധരല്ല, അവരൊക്കെ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്, അവരൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ആദരിക്കുന്നവരാണ്. പക്ഷെ അവർ പറയുന്നു നിങ്ങളുടെ പ്രസ്താവന തെറ്റാണ്. ഇയാൾ എന്താണ് കേരളത്തിലെയും ഇന്ത്യയിലെയും BJPക്ക് കൊടുത്തിട്ടുള്ള പരിഗണന? പട്ടി വിലയാണ് കൊടുത്തത്. പരസ്യമായി നായ എന്ന്
വിളിച്ചില്ലേ നിങ്ങളുടെ വലിയ നേതാക്കന്മാരെ? അയാൾക്ക് പിന്തുണയുമായിട്ട് എന്തിനാണ് ആർ സി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്? ആർ സിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. ആർ സി ഈ ശബരിമല തന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ശരിയാണ്, 100% ശരിയാണ്. പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. കാരണം തന്ത്രി സംവിധാനം ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാരാണ്. തന്ത്രി ഒന്നും വേണ്ട. അങ്ങനെ തന്ത്രി എന്ന് പറയുന്ന ആൾ അവിടുത്തെ മെക്കാനിസത്തിൻ്റെ ഒരു ബ്രേക്ക് പോലെ നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും തന്ത്രിയുടെ അനുമതി വേണം. തന്ത്രി എന്നുള്ള പോസ്റ്റ് ഇല്ലാതായാൽ പിന്നെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തും ചെയ്യാം. അതിനുള്ള ഒരു കറക്റ്റീവ് മെഷറാണ് തന്ത്രി. ആ തന്ത്രി പോസ്റ്റ് അബോളിഷ് ചെയ്യണം എന്ന് ആര് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇത്. അകാരണമായി അനവസരത്തിൽ സുകുമാരൻ നായരെ ഇങ്ങനെ വെളുപ്പിക്കാൻ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം എനിക്കറിയില്ല, ഇത് ആർ സി എഴുതിയിടുന്ന പോസ്റ്റൊന്നും അല്ല. ആർ സിയോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കേരളത്തിൽ സുകുമാരൻ നായർക്കെതിരെ വലിയൊരു ആക്ഷേപം ഉണ്ടാവുന്നു, ഡൽഹിയിൽ ഒരു ബദൽ NSS ഉണ്ടായിരിക്കുന്നു, അവിടെ ഒരു മന്ദം സ്മൃതി മണ്ഡപം ഉണ്ടാക്കി, അതിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡൻ്റാണ് എന്നും പറഞ്ഞ് ആരെയും മാറ്റി നിർത്തുന്ന പ്രവണത നല്ലതല്ല, അതല്ല ഭാരതകേസരി അനന്ത പത്മനാഭൻ പഠിപ്പിച്ചത് എന്നൊക്കെ ഉപരാഷ്ട്രപതി പ്രസംഗിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് വലിയ തോതിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉണ്ടാവുന്നു എന്നൊക്കെ ആരോ രാജീവ് ചന്ദ്രശേഖറിന് ഫീഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്നാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിടൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തവർ അദ്ദേഹവുമായി ആലോചിക്കാതെ ചെയ്തതാവും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇത് നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ എയറിൽ നിൽക്കുന്നതുകൊണ്ടല്ല. ഇനി ഏത് സമയത്ത് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടുത്തൊരു വിഷയം ഉണ്ടാകുമ്പോൾ താഴത്തോട്ട് വരാൻ പറ്റും. ഏതായാലും ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന ചില റിയാലിറ്റികൾ, ആളുകളുടെ പൾസ് എന്താണെന്ന് ആർ സിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ആർ സിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹം ഒരുപാട് പുതിയ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന ശൈലി മുന്നോട്ട് വെക്കുന്ന, ആളുകൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ നിന്ന് വിഭിന്നനാണ്, എല്ലാ തരത്തിലും വ്യത്യസ്തനാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ശാഖ വഴി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ വന്ന ആളല്ല. ബി ജെ പിയിൽ ഇതിനു മുമ്പ് വന്നവരെല്ലാം സംഘപ്രവർത്തകരായിരുന്നു, അല്ലെങ്കിൽ സംഘപാരമ്പര്യത്തിലുണ്ടായവരാണ്. അങ്ങനെയല്ല വന്നത്. എല്ലാം കൊണ്ടും പുതിയ ഒരു സംസ്കാരം കേരളത്തിലെ ബി ജെ പിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് അതിൽ ഏതാണ്ട് വിജയിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ വിജയങ്ങൾ ബി ജെ പി നേടിയിട്ടുണ്ട്. 3 MLA നേടി, തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി. അങ്ങനെ ഒരു സുവർണ കാലമെന്ന് അടയാളപ്പെടുത്താവുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പിശക് പറ്റുന്നുണ്ട്. ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചീറ്റിപ്പോയൊരു സ്ട്രാറ്റജിയാണെന്ന് പറയാതെ തരമില്ല. കാരണം കൂടെ നിൽക്കുന്ന ആളുകൾ, നേതാവ് പറയുന്നു നമുക്ക് സുകുമാരൻ നായരെ ആദരിക്കാം എന്ന് പറയുമ്പോൾ അണികളെല്ലാം പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു പോയാൽ അതൊരു പൊളിഞ്ഞുപോയ സ്ട്രാറ്റജിയാണെന്ന് ആർ സി മനസ്സിലാക്കണം. കേരളത്തിൽ ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ടെന്ന് ആർ സിയെ പഠിപ്പിക്കാൻ ഈ സംഭവം സഹായിക്കുമെന്ന് കരുതുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ സുകുമാരൻ നായർക്ക് പിന്തുണ കൊടുത്താൽ കേരളത്തിലെ ബി ജെ പിയിലെ 99% ആളുകളും ആ പിന്തുണയുടെ കരം സുകുമാരൻ നായർക്ക് നേരെ നീട്ടാൻ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മുടെ ആളുകൾ ഒരുപാട് പേർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, പക്ഷേ അതിൽ പകുതി പേരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയാണ്. അതുകൊണ്ട് ദയവായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.